ഹൈ ഗൈസ്, വെൽക്കം ടു വീലിയൻ. സാധാരണ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്നൊരു ചോദ്യമാണ് ഫ്രാക്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഈസി മാത്സിൻ്റെ 8ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നോക്കുന്നത് ഫ്രാക്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ സാധാരണയായിട്ട് വരുന്ന ചോദ്യമാണ് 0.6 ഇൻറ്റു 0.8 ഡിവൈഡഡ് ബൈ 0.3 ഇൻറ്റു 0.01. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണയായിട്ട് എക്സാംസിന് വരാറുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഇത് ആൾക്കാർ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകളിൽ കൂടെ ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഉത്തരം തെറ്റിപ്പോകാനും അതുപോലെ തന്നെ സമയം കൂടുതലെടുക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് ആദ്യമേ ഇതിൻ്റെ പോയിൻ്റൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുക. പോയിൻ്റ് ഒഴിവാക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും 6 ഇൻറ്റു 8 നമ്മളിതിനെ 6 ഇൻറ്റു 8 തന്നെ എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ താഴ്ഭാഗത്ത് വരുന്നത് അതും നമുക്ക് ഇതുപോലെ തന്നെ പോയിൻ്റ് ഒഴിവാക്കി ചെയ്യുക. 3 ഇൻറ്റു 1. അപ്പോൾ നമുക്കിതിനിങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇത് രണ്ടും നമുക്ക് വെട്ടിക്കളയാം. മിച്ചം വരുന്നത് 2, 8 2 എത്രയാണ്? 16. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മുകളിലും താഴെയും എത്ര ദശാംശങ്ങളുണ്ടോ നോക്കണം. നമുക്കിവിടെ എത്ര പോയിൻ്റാണ് ഉള്ളത്? നമുക്കിവിടെ 1 2 ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് താഴെ എത്ര ദശാംശമുണ്ടോ? 1 1 2 3 ദശാംശമുണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുകളിൽ ഒരെണ്ണം കുറവല്ലേ? മുകളിൽ കുറവെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് ഇവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളതിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് മുകളിലാണ് ഒരു പോയിൻ്റെങ്കിലും കുറവെങ്കിൽ നമുക്ക് അവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉത്തരം വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ രണ്ടാമതൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മുടെ ചോദ്യം ഇതാണ്: 0.36 ഇൻറ്റു 0.49 ഡിവൈഡഡ് ബൈ 0.006 ഇൻറ്റു 0.007. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിതിൻ്റെ ദശാംശങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ചെയ്യുക. അതായത് 36 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 7. ഇതിന് നമുക്ക് വെട്ടിയെടുക്കാമല്ലോ. നമുക്ക് 6 6 36, അതുപോലെ തന്നെ 7 7 49. അപ്പോൾ നമ്മൾ ഈ 6നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എത്ര വരും? 42 വരും. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ ഇതിൻ്റെ ദശാംശങ്ങൾ എത്രയാണെന്നുള്ളത് നോക്കുക. നമുക്ക് മുകളിൽ നോക്കുക. മുകളിൽ 2 2 4 ദശാംശങ്ങൾ നമുക്കുണ്ട്. താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് 3 3 6 ദശാംശങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. നമ്മൾ മുകളിൽ എത്ര ദശാംശങ്ങളുണ്ട്? 1 2 3 4. താഴത്തോ 1 2 3 4 5 6 6 ദശാംശങ്ങൾ താഴത്തുണ്ട്. അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുമ്പോൾ നമ്മൾ മുകളിലേക്കാണല്ലോ 2 എണ്ണം കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു, താഴത്താണ് നമുക്ക് കൂടുതലുള്ളതെങ്കിൽ നമ്മളതിനെ നോർമലാക്കാൻ വേണ്ടി മുകളിലേക്ക് 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ 42ൻ്റെ കൂടെ 2 0 കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉത്തരം എന്ത് വരും? 4200 വരും. ഇനി ഇത് 4 ഡിവൈഡഡ് ബൈ 5 ആയിരുന്നെങ്കിലോ നമ്മൾ ഒരു 0 ഇട്ട് കൊടുക്കണം. ഇനി ഇത് 4 ഡിവൈഡഡ് ബൈ 7 ആയിരുന്നെങ്കിലോ നമ്മൾ 3 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ചോദ്യം കാണുന്ന സമയത്ത് തന്നെ വളരെ വേഗത്തിൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. സോ അപ്പം ഇനി നമുക്ക് മൂന്നാമതായി മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: 0.121 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 0.11 ഇൻറ്റു 0.2. സ്വാഭാവികമായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നേരത്തെ ചെയ്തപോലെ തന്നെ അതിൻ്റെ ദശാംശങ്ങൾ മാറ്റിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. 121 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് 11നെയും 121നെയും നമ്മൾ വെട്ടുന്ന സമയത്ത് 11, അതുപോലെ തന്നെ 2നെയും 4നെയും തമ്മിൽ നമുക്ക് വെട്ടാം. അപ്പോൾ നമുക്കിവിടെ 2 എന്ന് കിട്ടും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? 22 എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് ദശാംശങ്ങൾ എടുത്ത് നോക്കുക. നമുക്ക് 3 1 എത്രയാണ്? 4. അതുപോലെ തന്നെ ഇവിടെ എത്ര ദശാംശങ്ങളുണ്ട്? 1 1 2 2 1 3. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ ചെയ്തതൊക്കെ ദശാംശം താഴെയായിരുന്നു കൂടുതൽ വന്നത്. നമുക്ക് ഇത്തവണ മുകളിലാണ് വരുന്നത്. അപ്പോൾ മുകളിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ താഴെ വരുന്ന സമയത്തേക്ക് ഓരോ ദശാംശം വരുന്നതിന് നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് മുകളിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും 10 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 22 ഡിവൈഡഡ് ബൈ 10 നമുക്ക് എത്ര വരും? 2.2 വരും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് താഴെയാണെങ്കിലോ ഓരോന്നും കൂടുതൽ വരുന്നതിന് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക.
മുകളിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഓരോന്നും കൂടുതൽ വരുന്നതിന് 10 വെച്ച് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു എന്നുള്ള കൺസെപ്റ്റിൽ ഓർത്തിരുന്നാലും മതി. അപ്പോൾ ഇത്രയും എളുപ്പമാണ് ഈ ഒരു രീതിയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുവാനായിട്ട്. നമുക്ക് കൂടുതലായിട്ട് അഡീഷണലി നമുക്ക് വേറെ ഒന്നും പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇങ്ങനെ ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചോദ്യം കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.